അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ജയശ്രീ. ഞാൻ എടത്തറയിൽ നിന്നാണ് വരുന്നത്. ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ഇന്നാണ് ലാസ്റ്റ് ദിവസം, ഒരു ലോൺ അടയ്ക്കേണ്ട പൈസയാണ്, 50,000 രൂപ വേണമെന്ന് പറഞ്ഞു എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടു. രാവിലെ ഞാൻ ഇങ്ങോട്ട് പ്രാർത്ഥനയ്ക്ക് വരികയായിരുന്നു. അപ്പോൾ ശരി ഞാൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് അന്നത്തെ ദിവസം ഒന്നും അവൾക്ക് പൈസ കിട്ടിയില്ല. അന്നാണ് ലാസ്റ്റ് ദിവസം. അന്ന് അവളും പ്രാർത്ഥനയ്ക്ക് പോയി. ഇവിടേക്കല്ല, വേറെ ദേവാലയത്തിലാണ് പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയി. വെള്ളി, ശനി, ഞായർ ദിവസം വരെ അവൾക്ക് പൈസ കിട്ടിയിട്ടില്ല. തിങ്കളാഴ്ച ദിവസം കാലത്ത് അവൾക്ക് പൈസയായി. ആ പൈസ അടയ്ക്കാൻ പറ്റുമില്ല എന്നറിയില്ല. അവൾ പൈസയും കൈപിടിച്ച് എന്നെ വിളിച്ച് പറഞ്ഞു ഇന്ന് പോവുകയാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ പോയി. അവിടുത്തെ ഓഫീസറെ വിളിച്ച് ചോദിച്ചപ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ മുതൽ അവൾ എന്നെ വിളിച്ച്. അപ്പോൾ ഞാൻ ഈശോയെ മാറ്റപ്പെടുത്തിക്കോളാം, ഈശോയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസ അവൾക്ക് ഫുള്ളായിട്ടും പൈസ അടയ്ക്കാനായിട്ട് പറ്റി. ഞാൻ ഇവിടെ സിസ്റ്ററോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച ദിവസം. അതാ ഡേറ്റ് കഴിഞ്ഞിട്ടും അവളിരുന്ന് പൈസ വാങ്ങി. ആ പൈസ അവർ സ്വീകരിച്ച് ആ ലോൺ ക്ലോസ് ചെയ്ത് കൊടുത്തു. പിന്നെ വേറൊരു സാക്ഷ്യം പറയാനുള്ള, ഞാനിവിടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ എനിക്ക് അനങ്ങാൻ പോലും പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. എൻ്റെ ശരീരത്തിലൊക്കെ മൊത്തം നീര് കെട്ടിയിട്ട് എനിക്ക് ക്രോണിക് സൈനസൈറ്റിസ്, അതായത് പെട്ടെന്ന് വരുന്ന സൈനസൈറ്റിസ് എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. പിന്നെ ഒരു 1,500 രൂപ മരുന്ന് വാങ്ങി കൈവച്ച് പകുതി കഴിച്ചിട്ട് മരുന്ന് കഴിച്ചാൽ എനിക്ക് മാറില്ല, അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിൽ ഞാൻ ഇവിടെ പ്രാർത്ഥന അച്ഛനടുത്ത് വന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഈ പ്രാർത്ഥന പങ്കെടുത്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ, ഞാൻ ഈ വിഷയം പ്രാർത്ഥനയെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ എൻ്റെ ശരീരത്തിൽ നീരില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പ്രയാസമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം മുട്ടുകുത്താനും പ്രാർത്ഥിക്കാനും, ആഹാരം കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ മരുന്ന് കഴിക്കുന്നില്ല. ഞാൻ വാങ്ങിച്ച മരുന്ന് പകുതി കഴിച്ചത് അത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ആഹാരം കഴിക്കുന്നുണ്ട്, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും എല്ലാം മാറിക്കിട്ടിയ പോലെ, മേലുള്ള വേരും വേദനയും, കണ്ണിൻ്റെ ഈ വിശക്കുമ്പോൾ എനിക്ക് ഇവിടെയുള്ള ഈ ഞരമ്പ് വഴിയാണ് വേദനകൾ വരിക. അതിങ്ങനെ കണ്ണിൻ്റെ ഇങ്ങനെ വന്നിട്ട് തലയിൽ കൂടെ ഇങ്ങനെ ഇവിടേക്ക് വരും വേദന. ആ വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ശേഷം എനിക്ക് ആ വേദനകളൊന്നുമില്ല. ഈശോയെ നന്ദി, ഈശോയെ സ്തുതിക്കണം. തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ദിവസങ്ങളിൽ വന്ന് രാവിലെ തൊട്ട് വൈകിട്ട് 5 മണി വരെ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ രോഗങ്ങൾ, തലവേദനകൾ കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു.